പരിശുദ്ധമായ റമദാനിലേക്ക് രണ്ട് പ്രധാനപ്പെട്ട ഒരുക്കങ്ങളാണ് മുഅ്മിനെ ആവശ്യമുള്ളത്. രണ്ട് പ്രധാനപ്പെട്ട ഒരുക്കങ്ങൾ ആവശ്യമാണ്. ഒന്ന്, അവസാനത്തെ 10 നഷ്ടപ്പെടാതിരിക്കാനാണ് ഒരുങ്ങേണ്ടത്. രണ്ടാമത്തേത് സക്കാത്ത് ആഘോഷമാകാതിരിക്കാനാണ് ഒരുങ്ങേണ്ടത്. ഒന്ന്, അവസാനത്തെ 10 നഷ്ടമാവാതിരിക്കാൻ ഒരുങ്ങണം. രണ്ടാമത്തേത് സക്കാത്ത് ആഘോഷമാവാതിരിക്കാൻ ഒരുങ്ങണം. സക്കാത്ത് ഒരു ആഘോഷ പരിപാടിയല്ല, അത് സാധുക്കളെ സഹായിക്കാനുള്ള സംവിധാനമാണ്. അത് ഫോട്ടോ എടുത്ത് വാട്സപ്പിൽ പ്രചരിപ്പിക്കാനുള്ളതല്ല, ഫേസ്ബുക്കിൽ ഇടാനുള്ളതല്ല, മിസ്കീനിനെ ഇൻസൾട്ട് ചെയ്യാനുള്ളതല്ല. മിസ്കീനിനെ ആദരിക്കാനും അവന് ഭക്ഷണം കഴിക്കാനുമുള്ള പരിപാടിയാകുന്നു സക്കാത്ത്. മിസ്കീൻ എന്ന് പറയുന്നത് ദുആക്ക് ഇജാബത്തുള്ളവനാണ്, വിലായത്തില്ലാത്ത ഔലിയാഇന്റെ സ്ഥാനത്തുള്ളവനാണ്, മുസ്തഫായ നബി തങ്ങൾ ചോദിച്ചു വാങ്ങിയ സ്ഥാനമാണ്, സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പൈസ കൊടുത്തു വാങ്ങിയ സ്ഥാനമാണ് മിസ്കീനിന്റെ സ്ഥാനം. അതുകൊണ്ട് റമദാൻ മാസത്തിൽ 2 കാര്യം ഓർമ്മിക്കണം. അതിന് റജബിലും ഷഅബാനിലും ഒരുങ്ങിയെങ്കിലേ നടക്കുള്ളൂ, ഇല്ലെങ്കിൽ തുണിങ്ങുപ്പായ എടുക്കൽ അവസാനത്തെ 10ക്ക് പോകും. അത് പോവാതിരിക്കണമെങ്കിൽ ആദ്യം റജബിലും ഷഅബാനിലും ഒരുങ്ങണം. ഷഅബാൻ കഴിയണതിന് മുമ്പ് എന്തായാലും പെരുന്നാൾക്ക് കുട്ടികൾക്ക് പുതിയ തുണിങ്ങുപ്പായം വേണം. അത് കുറച്ച് നേരത്തെ എടുക്കണം, ഇല്ലെങ്കിൽ ആദ്യത്തെ 10 എടുക്കണം. ശൈത്താനെ കെട്ടിട്ടിക്കുക എന്നാ പറയണത്, പക്ഷെ അങ്ങാടി ചെന്നാൽ വല്ലാതെ കാണും അവസാനത്തെ 10 ശൈത്താനെ. എവിടെ കെട്ടിട്ട് എന്നൊരു പിടുത്തം കിട്ടൂല നമുക്ക്. കൽബിലാ കെട്ടിടണ്ട്, എവിടെ കെട്ടിട്ട് എന്ന് നമുക്ക് അറിയാത്ത പ്രശ്നമാണത്. ശൈത്താനെ കെട്ടിയിടുന്ന സ്ഥലം കൽബാണ്, അവിടെയാണ് ഇടേണ്ടത്, അല്ലെങ്കിൽ പ്രശ്നം തന്നെ ഇക്കാരം. അതുകൊണ്ട് അവസാനത്തെ 10 മുതലാണെങ്കിൽ ഇപ്പം തന്നെ ഒരുങ്ങണം. കാര്യങ്ങളൊക്കെ ആദ്യം ചെയ്യാം. ആദ്യം നമ്മൾ പള്ളിക്ക് ഇഷ്ടം പോലെ ഉണ്ടാവും. അവസാനത്തെ 10 മൂത്രമൊഴിക്കാൻ മുട്ടിയാൽ പോലും പള്ളിൻ്റെ ബാത്റൂമിൽ പോകില്ല, വേറെ എവിടെയെങ്കിലും ഇരുന്ന് മൂത്രമൊഴിക്കും. പള്ളിനേറ്റൊരു ബന്ധമില്ലാതാവും അവസാനത്തെ 10. അതുകൊണ്ട് ആദ്യം മുതലേ ശ്രദ്ധിക്കുക. ഓരോ റമദാൻ കഴിയുമ്പോഴും ഓരോ പുതിയ മാറ്റം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതിനാണ് ദീർഘായുസ് എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ ഒരു കാര്യം ഉണ്ടാവില്ല. കഴിഞ്ഞ കൊല്ലത്തെ അത്ര ഈമാൻ ഈ കൊല്ലം ഇല്ലെങ്കിൽ എന്തിനാ ഒരു കൊല്ലം? കഴിഞ്ഞ റമദാനിലേക്കാൾ ഈ കൊല്ലത്തിൽ ഈമാൻ കൂടുന്നുണ്ടെങ്കിൽ മാത്രമേ ഒരു കൊല്ലം മുതലാവുള്ളൂ. വണ്ടരി ഓട്ട് വെട്ടാൽ ഷഹീദിൻ്റെ കൂലി കിട്ടും, പാമ്പടിച്ച് മരിച്ചാൽ ഷഹീദിൻ്റെ കൂലി കിട്ടും. അത് വേണ്ടാന്ന് വെച്ചിട്ടാണ് നമ്മൾ പടച്ചോനെ ദീർഘായുസ് തരണേയും തോരക്കണത്. അതുകൊണ്ട് കാര്യം കിട്ടണമെങ്കിൽ 60 വയസ്സുള്ള ആൾക്കും 61 വയസ്സുള്ള ആൾക്കും ഒരു ഈമാൻ പോരാ. 61 വയസ്സുള്ള ആൾക്ക് ഈമാൻ കൂടണം. ഒരു കൊല്ലം ഏറെ ജീവിച്ചാൽ, ഒരു കൊല്ലത്തെ ഈമാൻ കൂടിയിട്ടുണ്ടെങ്കിൽ ദീർഘായുസ് മുതലായി. ഉള്ള ഈമാനിന്ന് ഒരു കൊല്ലത്തെ ഈമാൻ കുറഞ്ഞിക്കുകയാണെങ്കിൽ ദീർഘായുസ് നഷ്ടമായി. അതുകൊണ്ട് ദീർഘായുസ് മുതലാക്കാൻ കഴിയണമെങ്കിൽ കഴിഞ്ഞ റമദാനിലില്ലാത്ത എന്തെങ്കിലും ഒരു മാറ്റം ഈ റമദാനിൽ ഉണ്ടാവണം. കഴിഞ്ഞ റമദാനിൽ 20 തറാവിയെ നിസ്കരിച്ചിട്ടുള്ളൂ വെച്ചാൽ ഈ റമദാനിൽ 30 ദിവസം തറാവി നിസ്കരിച്ചാൻ കഴിയണം. കഴിഞ്ഞ റമദാൻ മാസത്തിൽ ഒരു ഖത്തേ തീർന്നിട്ടുള്ളെങ്കിൽ ഈ റമദാൻ മാസത്തിൽ 2 ഖത്തേലും തീരണം. റമദാനക്ക് ഖത്തം തീർക്കാൻ റമദാൻ ആവാൻ കാത്തിക്കണ്ട, അപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്തോളി. റജബിൽ സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്, ഇല്ലെങ്കിൽ ഷാബാനിലെങ്കിലും തുടങ്ങിക്കോളി. അതിന് റമദാൻ ആവാൻ കാത്തിക്കണ്ട. ഖത്തങ്ങൾ തീർക്കാൻ കഴിയണം. ഓരോ കൊല്ലം ഓരോ പുതിയ തീരുമാനമാണ് റമദാൻ ആവുമ്പോൾ. ഈ റമദാൻ മാസം മുതൽ തഹജ്ജുദ് നിസ്കരിക്കാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ ഈ റമദാൻ മാസം മുതൽ വുളൂ ദായിമാക്കാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ ഈ റമദാൻ മാസം മുതൽ എന്നും 1/2 ജുസ് ഖുർആൻ ഓതാൻ തീരുമാനിച്ചു. എന്തെങ്കിലും ഒരു പുതിയ തീരുമാനം റമദാൻ ആകുന്നതിന് മുമ്പ് എടുക്കണം. അത് റമദാനിൽ സ്റ്റാർട്ട് ചെയ്യണം. അത് ജീവിതകാലം മുഴുവനും കൊണ്ടെടുക്കണം. വുളൂ ദായിമാക്കാൻ വലിയൊരു പണിയൊന്നുമില്ല. 15 ഉറുപ്പ്യൻ്റെ ഒരു ബോട്ടിൽ വെള്ളം വാങ്ങിയാൽ 2 വുളൂ ഉണ്ടാക്കാനുള്ള വെള്ളം ഉണ്ടാവും. ഫർദ് മാത്രം എടുത്തിട്ടും വുളൂ ദായിമാക്കാം. വുളൂ ദായിമാക്കിയുള്ള ഗുണം എന്താണ്? വുളുവോടുകൂടെ മൗത്താകാം എന്നതാണ്. അസ്രായിൽ വരുമ്പോൾ വുളൂ ഉണ്ടായിരിക്കും, വുളുവോടുകൂടെ മൗത്താകാം. അതൊരു ചെറിയ കാര്യമല്ല, അതൊരു വലിയ കാര്യമാണ്. അതുകൊണ്ട് വുളൂ ദായിമാക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ അതൊരു വലിയ കാര്യമായിരിക്കും. ഇന്ന് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു തീരുമാനമായിരിക്കും അത്. റമദാൻ വരുന്നുണ്ട്, എന്തെങ്കിലും ഒരു പുതിയ തീരുമാനം. എല്ലാവരും ഫർദ് നിസ്കരിക്കുന്നവരാണ്, എല്ലാവരും ജമാഅത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നവരാണ്. ഒരു വുളൂ ദായിമാക്കാൻ തീരുമാനിച്ചാൽ വുളൂ ഉള്ള മനുഷ്യൻ നല്ല കാര്യം ചെയ്യുള്ളൂ, അല്ലാത്ത കാര്യം ചെയ്യൂല. ഒരു പെണ്ണിനെ നോക്കുമ്പോൾ അവന് തോന്നും, ഒരു പെണ്ണിന് ബസ്സിൽ KSRTC ബസ്സിൽ പിന്നെ ടിക്കറ്റിന് പൈസ കൊടുക്കുമ്പോൾ ഒതുണ്ടെങ്കിൽ തൊടണ്ടാന്ന് തോന്നും, അല്ലെങ്കിൽ ഇതിപ്പോൾ ഒരു ചാൻസ് ഉണ്ട് എന്ന് തോന്നും. ഒതുണ്ടെങ്കിൽ ഒരുപാട് ഗുണമുണ്ട്.
മനുഷ്യൻ ഒരുപാട് തെറ്റുകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ഒരു ഒളുദായിമാക്കിയാൽ കഴിയും. എന്തെങ്കിലും ഒരു പുതിയ തീരുമാനം എടുക്കണം. നമ്മൾ ഇന്നത്തെ ഈ മജ്ലിസ് നൂർ മുതലാവാന് നിങ്ങളൊരു ഒളുദായിമാക്കാൻ തീരുമാനിച്ചു കിട്ടിയാൽ ഞാനും കഴിച്ചിലായി, നിങ്ങളും കഴിച്ചിലായി, തങ്ങന്മാരും കഴിച്ചിലായി, സംഘാടകരും വളണ്ടിയർമാരും വണ്ടി നിയന്ത്രിച്ചവരും എല്ലാവരും കഴിച്ചിലായി, റെക്കോർഡ് ചെയ്യണവരും ദർശനക്കാരും എല്ലാവരും കഴിച്ചിലായി. ഒരു ഒതുണ്ടാക്കാൻ കുറച്ച് ആൾക്കാർ തീരുമാനിച്ചിട്ടിയാൽ നല്ല കാര്യമാണ്. വലിയൊരു പ്രയാസമൊന്നുമില്ല. വേണമെന്ന് കരുതിയാൽ ഒരു ചോറ് കഴിച്ചാൽ നമ്മൾ മുഖം ഏതായാലും കഴുകും, കയ്യും കഴുകും, കാലുമ മിക്കാറൊന്ന് വെള്ളം പാരും, ഒന്ന് തല അടവും കൂടിയേ വേണ്ടുള്ളൂ. ബാത്റൂമിൽ പോയാൽ കാലും ഏതായാലും വെള്ളം പാരുന്നുണ്ട്, മുഖം ഏതായാലും കഴുകുന്നുണ്ട്, കൈ ഏതായാലും കഴുകുന്നുണ്ട്, ഒന്ന് തലയും കൂടിയും തടവലും ഒരു നെയ്യത്തൊക്കലേ ആവശ്യമുള്ളൂ. ചെറിയ കാര്യമുള്ളൂ. അതുകൊണ്ട് എന്തെങ്കിലും ഒരു പുതിയ മാറ്റത്തിന് വേണ്ടി തീരുമാനിക്കുക. അത് ഒളുദായിമാക്കാനുള്ള തീരുമാനമാണെങ്കിൽ വളരെ നന്നായി. പരിശുദ്ധമായ റമദാൻ മാസത്തിൽ ഖുർആൻ ഖത്തം തീർക്കാനുള്ള ഒരുക്കം ഇപ്പോൾ തന്നെ ആരംഭിക്കുക. 2 മാസം, 1 മാസത്തിന് വേണ്ടിയുള്ള ഒരുക്കമാണ്. ശഅബാൻ മാസത്തിലാണ് നമ്മളുള്ളത്. ശഅബാൻ മാസം ക്ലീനിങ്ങിന്റെ മാസമാണ്, വൃത്തിയാക്കേണ്ട മാസമാണ്. അന്നളാഫത്തു മിനൽ ഈമാൻ, വൃത്തി ഈമാനിന്റെ ഭാഗമാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നു. വൃത്തി വളരെ പ്രധാനപ്പെട്ടതാണ്, ക്ലീനിങ് വളരെ പ്രധാനപ്പെട്ടതാണ്. പഴയ കാലത്ത് ഉമ്മാമ്മമാര്, വല്യമ്മമാര്, സഹോദരിമാരൊക്കെ ക്ലീനിങ്ങിന് വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു. ശഅബാൻ 15 കഴിഞ്ഞാൽ നനച്ചുളി എന്ന് പറഞ്ഞ ഒരു പരിപാടി നടത്തും. നല്ല പരിപാടിയാ. നളാഫത്ത് ഈമാന്റെ ഭാഗമാണ്. വൃത്തി ഈമാനുമായി കണക്ട് ചെയ്ത ഒരേ ഒരു മനുഷ്യൻ മാത്രമേ ഭൂമിയിൽ കഴിഞ്ഞു പോയിട്ടുള്ളൂ. അത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ബാത്റൂം കഴുകൽ ഈമാനുമ കണക്ട് ചെയ്ത ആള്, തുണിങ്കുപ്പായും തിരുമ്പൽ ഈമാനുമ കണക്ട് ചെയ്ത ആള്, മുറ്റം മടിച്ചുവാരൽ ഈമാനിൽ കണക്ട് ചെയ്തയാള്, പായസം കുടിച്ച ക്ലാസ് വളണ്ടിയർമാരെ പരിപാടി കഴിഞ്ഞാൽ അപ്പ തന്നെ വെറുക്കണേ, അത് വൃത്തിയുടെ ഭാഗമാകുന്നു. വൃത്തിയെക്കുറിച്ച് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ അങ്ങനെ പോകാൻ പാടില്ല. പരിപാടി കഴിഞ്ഞ് പോകുമ്പോൾ വളണ്ടിയർമാർ ഗ്ലാസ് പെറുക്കിയിട്ട് ഒരു കവറിലിട്ടിട്ട് ഒഴിവാക്കിയതിന് ശേഷമേ പോകാവൂ. വൃത്തി ഈമാന്റെ ഭാഗമാണ്. എപ്പോഴും നമ്മൾ വൃത്തിയെ നന്നായിട്ട് സൂക്ഷിക്കണം. അപ്പൊ ശഅബാൻ മാസം വൃത്തിയാക്കണ മാസമാണ്. എല്ലാം വൃത്തിയാക്കണം. വീട്ടിലുള്ള മുഴുവൻ സാധനങ്ങളും ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഡൈനിങ് ഹാളത്തെ അൽമാറയിൽ നരകത്തിലുള്ള എല്ലാ സാധനവും വലിച്ചിടുക. പാമ്പും തേളൊക്കെ ഉണ്ടാവും, അതിലൊക്കെ വലിച്ചിടുക. എന്നിട്ട് സ്വർഗത്തിലുള്ള എല്ലാ സാധനങ്ങളും ആയി കയറ്റി വെക്കുക. ലൈബ്രറി ആക്കുക, ഖുർആൻ വൃത്തിയുള്ള സ്ഥലത്ത് വെക്കുക. അങ്ങനെയൊക്കെ പരിശുദ്ധമായ റമദാനിനെ സ്വീകരിക്കാൻ വേണ്ടി വീടുകൾ വൃത്തിയാക്കി, മദ്രസകൾ വൃത്തിയാക്കി, പള്ളികൾ വൃത്തിയാക്കി, വഴികൾ വൃത്തിയാക്കി, ചെത്തിക്കോരി പുല്ല് കളഞ്ഞ് അങ്ങനെയുള്ള നല്ല ഒരു ഒരുക്കം ഈ റമദാനിന് വേണ്ടി നമ്മൾ ഒരുങ്ങണം. ശഅബാൻ അതിനുള്ള മാസമാണ്. സലാത്ത് കൊണ്ട് ധന്യമാക്കണം. അങ്ങനെയൊക്കെ ചെയ്ത് നല്ലവരായി, നല്ല പുണ്യമുള്ള ആളുകളായി വളരാൻ നമുക്ക് സാധ്യമാവണം. അപ്പോഴാണ് നമുക്ക് ഒരു വർഷം മുതലാകുക. അല്ലെങ്കിൽ ഒരു വർഷം നഷ്ടമായിരിക്കും. റമദാൻ ആയാലും 1-ാമത്തെ രാത്രി തന്നെ 30 നോമ്പും നോൽക്കാൻ ആദ്യം തന്നെ നിയ്യത്ത് ചെയ്യണം. ഇക്കൊല്ലത്തെ 30 നോമ്പും ഇൻഷാ അല്ലാഹ് ഞാൻ നോൽക്കുന്ന ആദ്യം തന്നെ കരുതിയാലേ ഓന് 30 നോൽക്കാനുള്ള തൗഫീഖ് ഉണ്ടാവുന്ന. ഒരു നന്മ ഒരാൾ ചെയ്താൽ 10 നന്മക്ക് അവന് തൗഫീഖ് വരുമെന്നാണ്. ഒരു തിന്മ ഒരാൾ ചെയ്താൽ മറ്റൊരു തിന്മക്കുള്ള തൗഫീഖാണ് വരിക. അൽ ഹസനത്തു ബി അശ്രി അംസാലിഹാ. ഒരാള് മജ്ലിസുന്നൂർക്ക് 100 റുപ്യ കൊടുത്താലേ 10 മജ്ലിസുന്നൂർക്ക് കൊടുക്കാനുള്ള അവസരം അവന് കിട്ടും. ഒരു നന്മക്ക് 10 നന്മ കൊണ്ട് അള്ളാഹു തിരിച്ചു നൽകും. ഒരാളോട് ചിരിച്ചാൽ 10 ആളുകളോട് പുഞ്ചിരിക്കാനുള്ള അവസരം കൊടുക്കും. ഒരാളോട് സലാം പറഞ്ഞാൽ 10 ആളുകളോട് സലാം പറയാനുള്ള അവസരം കൊടുക്കും. അൽ ഹസനത്തു ബി അശ്രി അംസാലിഹാ. എന്നാൽ ജസാഉ സയ്യിഅത്തിൻ സയ്യിഅത്തും മിസ്ലുഹാ. ഒരു തിന്മക്ക് ഒരു തിന്മ മാത്രം ചെയ്യാനുള്ള അവസരമാണ് ഉണ്ടായിരിക്കുക. അതുകൊണ്ട് നന്മയെ കൂടുതൽ അധികരിപ്പിക്കുക. റമദാനിനെയും ശഅബാനിനെയും ഒക്കെ മുതലാക്കാൻ നമുക്ക് സാധ്യമാവുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവൻ ഇഷ്ടപ്പെടുന്ന സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് പ്രധാനപ്പെട്ട ആഴ്മാലുകളുടെ സംഗമമാണ് യഥാർത്ഥത്തിൽ റമദാൻ ശരീഫ് എന്ന് പറയുന്നത്. മറ്റു മാസങ്ങളെക്കാൾ അതിനൊരുപാട് പ്രാധാന്യങ്ങൾ. അതിൻ്റെ ഓരോ ദിവസവും പ്രധാനപ്പെട്ടതാണ്. അവസാനത്തേക്ക് പോകുന്നതിനനുസരിച്ച് പ്രാധാന്യം കൂടി വന്നുകൊണ്ടിരിക്കും. പരിശുദ്ധ ഖുർആനില് നോമ്പ് നോൽക്കാൻ പറഞ്ഞ ആയത്തില് മുൻഗാമികളുടെ നോമ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. കാലം ഒരുപാട് കഴിഞ്ഞു. കാലത്തിന്റെ കറക്കത്തിൽ പലവിധം നോമ്പ് ഉണ്ടായിട്ടുണ്ട്. മുൻഗാമികൾക്ക് നോമ്പുണ്ട്. ഏറ്റവും കാമിലായ നോമ്പ്
മുഹമ്മദ് നബിയുടെ ഉമ്മത്തിന് നൽകപ്പെട്ട നോമ്പാണ്. പക്ഷെ ഒരു പ്രത്യേകത ഉണ്ട്. എന്താ പ്രത്യേകത? നമുക്ക് കുറഞ്ഞ കൂലിയുള്ള ഒരു പരിപാടിയില്ല. കുറഞ്ഞ കൂലിയുള്ള ഒരു പരിപാടിയില്ല. ആദം നബി അലൈഹി ഇസ്ലാമിന് 1000 വയസ്സുണ്ടായി. എന്നാൽ മഹ്ശറിൽ ആദ്യം, ഖിയാമത്ത് നാളിൽ ആദ്യം ഹിസാബിന് വിളിക്കുന്നത് മുഹമ്മദ് നബിയുടെ ഉമ്മത്തിനെയാണ്. സ്വർഗത്തിലേക്ക് ആദ്യമായി പ്രവേശനം നൽകപ്പെടുന്നത് മുഹമ്മദ് നബിയുടെ ഉമ്മത്തിനെയാണ്. 1000 കൊല്ലം ജീവിച്ച ആദം നബിനെ 63-70 വയസ്സ് ജീവിക്കുന്ന മുഹമ്മദ് നബിയുടെ ഉമ്മത്ത് മറികടക്കുന്നത് കൂലി തോന്നണ്ടായതുകൊണ്ടാണ്. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ഉമ്മത്തിന് നിസ്കാരമുണ്ട്. 5 വക്തല്ല, നിസ്കാരമുണ്ട്. ഒരു നിസ്കാരത്തിന് 1 കൂലിയാണ്. നമുക്കൊരു നിസ്കാരത്തിന് 10 കൂലിയാണ്. അത് ജമാഅത്തായിട്ട് നിസ്കരിച്ചാൽ 24 ഇരട്ടി കൂലിയാണ്. അത് തലമറച്ച് നിസ്കരിച്ചാൽ 25 നിസ്കാരത്തിന്റെ കൂലിയാണ്. അത് ജുമ നിസ്കാരമാണെങ്കിൽ 70 ജുമയുടെ കൂലിയാണ്. അങ്ങനെയാണ് മറികടക്കുന്നത്. 25,000 എന്ന് പറഞ്ഞൂടാ. ലൈലത്തുൽ ഖദ്റിന് ഒരാൾ ഇബാദത്ത് ചെയ്താൽ ഖൈറും മിൻ അൽഫി ശഹ്റാൻ, 1000 മാസത്തേക്കാൾ പ്രധാനമാണ്. ഒരു 4 ലൈലത്തുൽ ഖദ്ർ കിട്ടിയാൽ ആദം നബിന്റെ മേലെ പോകും. 4 ലൈലത്തുൽ ഖദ്ർ കിട്ടിയാൽ ആദം നബിന്റെ മേലെ പോകും ഈ ഉമ്മത്ത്. അതിന് കിട്ടണം. അങ്ങനെയാണ്. അത് ലൈല് മാത്രാണ്. ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി മാത്രാണ്. ലൈലത്തുൽ ഖദ്റിന്റെ പകല് പിന്നെയും ബാക്കിയുണ്ട്. അന്ന് വേറെയും കൂലിയുണ്ട്. ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി മാത്രാണ് ഖൈറും മിൻ അൽഫി ശഹ്ർ. ലൈലത്തുൽ ഖദ്റിന്റെ പകല് വേറെയുണ്ട്. അതല്ലാത്ത ദിവസങ്ങൾ വേറെയുണ്ട്. അങ്ങനെയാണ് കൂലി. എല്ലാ കാര്യങ്ങൾക്കും അങ്ങനെയാണ്. കൂലി കൂടുതലുള്ള ഉമ്മത്താണ് ഈ ഉമ്മത്ത്. ഹല്ലുക്കും ഫിദ്ദുനിയാ ഇയ്യായ, ഈ ദുനിയാവിൽ നിങ്ങളുടെ ഏറ്റവും വലിയ സൗഭാഗ്യം ഞാനാകുന്നു എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. നാളെ മഹ്ശറിൽ ആദ്യമായി വിചാരണയ്ക്ക് വിളിക്കപ്പെടുന്നത് എൻ്റെ ഉമ്മത്തിനെയാണ്. ആദ്യം വിചാരണ നടത്തപ്പെടുന്നതും എൻ്റെ ഉമ്മത്തിനെയാണ്. ആദ്യമായി സ്വർഗപ്രവേശനം നൽകപ്പെടുന്നതും എൻ്റെ ഉമ്മത്താണ്. ഒരു രാജാവ്, ആ രാജാവിന് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരാളെ രാജാവ് തന്നെ ഏർപ്പാട് ചെയ്യാന്നുള്ളത് ഉണ്ടാവില്ല. ഒരു മന്ത്രി, ഒരു പ്രധാനമന്ത്രി കൂട്ടിക്കോളി, പ്രധാനമന്ത്രിനോട് റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയ ഒരാളെ മൂപ്പരനെ ഏർപ്പാട് ചെയ്തിട്ട് പറഞ്ഞു, എന്ത് ഞാൻ എന്തും ചെയ്തുതരാം ഇയാളോട് പറഞ്ഞാൽ മതി. അങ്ങനെ ഉണ്ടാവില്ല. എന്നാൽ അള്ളാഹു അങ്ങനെ ഏർപ്പാട് ചെയ്തു. അതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനാണ് നമ്മൾ ശഫാഅത്ത് എന്ന് പറയാം. അതിനാണ് ശഫാഅത്ത് വരുന്നത്. ശഅബാൻ മാസമാണ് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശഫാഅത്തിന് അനുമതി കിട്ടിയ മാസം. ശഅബാൻ മാസത്തിലാണ് എന്റെ ഉമ്മത്തിന് ശഫാഅത്ത് ചെയ്യാൻ എന്നെ ഏൽപ്പിക്കണമെന്ന് മുഹമ്മദ് നബി ദുആറുന്നത്. ശഅബാൻ 13 ദുആ ചെയ്തു. അല്ലാഹു തആല 1/3 ഭാഗം ഉമ്മത്തിന് ശഫാഅത്ത് ചെയ്യാനുള്ള അനുമതി നൽകി. 14 വീണ്ടും ദുആ ചെയ്തു. പകുതി ആളുകൾക്ക് ശഫാഅത്ത് ചെയ്യാനുള്ള അനുമതി നൽകി. ശഅബാൻ 15 അല്ലാഹുവിന്റെ റസൂല് വീണ്ടും ദുആ ചെയ്തു. ഈ ഉമ്മത്തിലെ മുഴുവൻ ആളുകൾക്കും ശഫാഅത്ത് ചെയ്യാനുള്ള അനുമതി ലഭിച്ചു. മുസ്തഫായ നബി തങ്ങൾക്ക് ശഫാഅത്തിന് അനുമതി ലഭിച്ച മാസമാകുന്നു ശഅബാൻ മാസം എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം റജബ് അല്ലാഹുവിനെ മനസ്സിലാക്കാനും, ശഅബാൻ മുത്തുനബിയെ മനസ്സിലാക്കാനും, റമളാൻ ഉമ്മത്ത് മുഹമ്മദിനെ മനസ്സിലാക്കാനുള്ള മാസങ്ങളാണ്.